ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം കട്ടപ്പന കൊച്ചുതോവാള ശാഖായോഗത്തിൽ ബാലജനയോഗം പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡ്രീം ഡിഫൈൻ ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് യാക്കോബൈറ്റ് ചർച്ച് നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കട്ടപ്പന, മർച്ചന്റ് അസോസിയേഷൻ ബിൽഡിംഗ് രാജകുമാരി, CR ആർക്കേഡ് ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ കുമളി റോഡ് കമ്പം, ഓപ്പോസിറ്റ് കളക്ടർ ഓഫീസ് തേനി. ശാഖായോഗം പ്രസിഡന്റ് PK സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ മഹാദേവ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രവേശനോത്സവത്തിൽ കുട്ടികൾക്ക് പൂവും മധുരവും നൽകിയാണ് സ്വീകരിച്ചത്. 200ഓളം കുട്ടികളാണ് പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തത്. ശാഖാ വൈസ് പ്രസിഡന്റ് വിനോദ് മറ്റത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ശാഖാ പ്രസിഡന്റ് PK സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികൾ ആരൊക്കെയാണ്, ഈ ശാഖായോഗത്തിൻ്റെ കീഴിലുള്ള കുട്ടികൾ ആരൊക്കെയാണ്, അവർ നമ്മുടെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികൾ, അതുപോലെ ഭഗവാനെക്കുറിച്ച് ഉള്ള അറിവുകൾ, നമ്മുടെ സംഘടന എന്താണ്, SNDP യോഗം എന്ന് പറയുന്നത് എന്താണ്, അതിൽ നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് പ്രവർത്തിക്കുന്നത്, അതുപോലെ നമ്മുടെ മതം എന്താണ്, നമ്മുടെ സമുദായം എന്താണ്, നമ്മൾ ഇതിൽ കൂടെയൊക്കെ എങ്ങനെ മുൻപോട്ട് വിജയകരമായ രീതിക്ക് നമ്മുടെ ജീവിത വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള അറിവ് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ സ്കൂളിൽ പോകുന്ന എന്നതിനാ നമ്മൾ പഠിക്കുന്നതിലൂടെ നമുക്ക് തന്നെ കിട്ടുന്നത് അറിവാണല്ലോ. അപ്പോൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞേക്കുന്നത് എന്താ? നാം ശരീരമല്ല, ഇനി ശരീരം ഇല്ലാതെ പോയാലും അറിവായ നാം ജനനം മരണം പറഞ്ഞോ ഒന്നും നമ്മെ തീണ്ടുകയില്ല. അപ്പോൾ അറിവ് എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം. നമുക്ക് അറിവ് നേടിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്കുള്ള വിജയം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. വിദ്യാഭ്യാസം എന്തായാലും ആ വിദ്യാഭ്യാസം ഏത് തരത്തിലായാലും നമ്മൾ നേടിയാൽ അത് നമുക്ക് അറിവിലേക്ക് കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങൾക്കൊക്കെ മുമ്പ് നമുക്കറിയാം, ഇങ്ങനെയുള്ള വേദികളോ അല്ല ഇതിന് പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളോ ഒന്നും നമുക്കുണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ആവശ്യകത എന്താണ് എന്നും കൂടി കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം, അതായത് ബാലവേദി മുതലുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് ടീച്ചർമാർക്ക് പ്രത്യേകമായ ക്ലാസ്സുകൾ കൊടുത്താണ് ഈ വർഷം നമ്മൾ ഈ കാര്യങ്ങളിലൂടെ മുമ്പോട്ട് കൊണ്ടുവന്നത്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന നിലയ്ക്ക് അടിസ്ഥാനപരമായിട്ട് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ തന്നെ മാതാപിതാക്കൾ കുട്ടികളെ ബാലവേദി ഉൾപ്പെടെയുള്ള ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കേണ്ടതായ ആവശ്യകത എന്താണ് എന്ന് മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. വനിതാ സംഘം പ്രസിഡന്റ് രഞ്ജിനി സജീവ് മുഖ്യപ്രഭാഷണം നടത്തി. അഖിൽ കൃഷ്ണൻകുട്ടി, PG സുധാകരൻ, ആശ അനീഷ്, ബീന ശശികുമാർ, അരുൺകുമാർ P, മോൻസൻ മോഹനൻ, സാന്ദ്ര സുരേഷ്, അഞ്ജിത ബാബു, ദീപ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അതെ, വീടിന്റെ പ്ലാൻ മുഴുവൻ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തന്നു. ഇന്റീരിയർ അത് ഞാൻ ആരെയും കൈകടത്താൻ സമ്മതിക്കത്തില്ല കേട്ടോ. ഇന്റീരിയറാ ഒരു വീടിന്റെ ജീവൻ എന്ന് പറയുന്നത്, അതുമല്ലോ നിനക്കറിയൂ. എന്റെ പപ്പ മമ്മി ഇന്റീരിയർ ഡിസൈൻസിനെ കുറിച്ച് വലിയ ഗവേഷണമൊക്കെ നടത്തി ഏറ്റവും നല്ല ഗ്രൂപ്പിനെ തന്നെയാ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഗവേഷണോ? അതെന്തിനാ മമ്മി? നിങ്ങളെ ഡ്രീം ഡിഫൈൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഡ്രീം ഡിഫൈൻ എന്ന് കേട്ടിട്ടുണ്ടോന്നോ? അത് തന്നെ അല്ലായിരുന്നു എന്റെ മനസ്സിലും. വീടുകൾ, ഷോപ്പുകൾ, ആരാധനാലയങ്ങൾ, ഫാക്ടറികൾ, ഡിസ്പ്ലേ സെന്ററുകൾ, ഓഫീസ് റൂമുകൾ എന്നിവയുടെ ഇന്റീരിയർ വർക്കുകൾ ഫാക്ടറി ഫിനിഷിംഗിൽ ചെയ്തു നൽകുന്നു. ഡ്രീം ഡിഫൈൻ ഇന്റീരിയേഴ്സ്, ഓപ്പോസിറ്റ് യാക്കോബൈറ്റ് ചർച്ച് നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കട്ടപ്പന, മർച്ചന്റ് അസോസിയേഷൻ ബിൽഡിംഗ് രാജകുമാരി, CR ആർക്കേഡ് ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ കുമളി റോഡ് കമ്പം, ഓപ്പോസിറ്റ് കളക്ടർ ഓഫീസ് തേനി.